അപ്പോഴേ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അതിനൊന്ന് വെയിറ്റ് ചെയ്യാതാണ് വണ്ടി ഒന്ന് പരിചയപ്പെടുത്താന്നുള്ളൊരു താല്പര്യത്തിന് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചതാണ്. ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ ഒരു കാട്ടിലാണ്, ഒരു പാടം. ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് 4 വീൽ ആയതുകൊണ്ട് എവിടേക്കും ഇറങ്ങും എന്നുള്ള ധൈര്യത്തിൽ കൊടുന്ന് നിർത്തിയതാണ്. അവർ നല്ലൊരു അടിപൊളി മുതലാട്ടോ. പുതിയ പെയിന്റ് എടുത്തതാണ്, പുതിയ പെയിന്റ് അടിച്ചിട്ട് മിനിഞ്ഞാന്നാണ് പെയിന്റ് അടി കഴിഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് പുതിയതാണ്, വാറണ്ടിയുള്ള സാധനമാണ്. പിന്നെ ഓപ്പൺ ഗ്ലാസ് ഉണ്ട്, ബക്കറ്റ് സീറ്റ് ഉണ്ട്, പുതുപുത്തൻ ടയറാണ്. നമ്മളെ വീലിൻ്റെ പെയിന്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നല്ല രസമുള്ളൊരു കളറും കാര്യങ്ങളൊക്കെയാണ്. ജീപ്പിൻ്റെ കളറും നല്ല അടിപൊളി കളറാട്ടോ. പിന്നെ അതേപോലെ തന്നെ പവർ സ്റ്റാറിങ് ആഡാണ്, കമ്പനി 4 വീലാണ്, ഡബിൾ ലിവർ വരുന്ന 4 വീലാണ്. നല്ല അടിപൊളി വണ്ടി. ഇനി എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബക്കറ്റ് സീറ്റും കാര്യങ്ങളുമാണ്, ഫുള്ള് സെറ്റാണ്, നല്ലൊരു വണ്ടിയാണ്. പിന്നെ അതേമാതിരി തന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 1994 2028 വരെ പേപ്പറുണ്ട്. 2028 വരെ പേപ്പറുണ്ട്. സീറ്റിൻ്റെ കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ, സീറ്റ് നമുക്ക് വേണമെങ്കിൽ സീറ്റ് കവറൊന്ന് പുതിയ അടിച്ചാലൊന്നും കൂടി ഉഷാറായി. ചെറിയതായിട്ടുള്ള ഇതുണ്ട്. ഉൾഭാഗത്ത് തുരുമ്പും കാര്യങ്ങളൊന്നും എവിടെയില്ല. മറ്റേ ചളിയും കാര്യങ്ങളൊന്നും മാറ്റ് ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ സ്റ്റെപ്പിന് കാര്യങ്ങൾ, ബാക്ക് ബ്രേക്ക് ലൈറ്റ് കുഴപ്പമില്ല. വണ്ടി മൊത്തത്തിൽ വുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം കൊണ്ടും ഉഷാറുള്ളൊരു വണ്ടിയാണ്. പുതിയ പെയിൻ്റാണ്, ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എൻജിൻ്റെ ഭാഗം സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് നോക്കാം, അത് എങ്ങനെ ഉണ്ട് നോക്കി ഒന്ന് സെറ്റാക്കി തരാം, കാണിച്ചു തരാം. എൻജിൻ റൂം ചിലപ്പോൾ വൃത്തിയമ്മ ഉണ്ടാവും കേട്ടോ, വാഷിങ്ങിൻ്റെ ഒരു കമ്മി ഉണ്ടാവും, അത് നോക്കിയിട്ടില്ല. സ്റ്റാർട്ടിംഗ് ഒന്ന് നോക്കാം. ഒറ്റ സ്റ്റാർട്ടിങ്, അതിൻ്റെ അപ്പുറമല്ല, അതിൻ്റെ പക്ക. ഓണൊന്നും ആ ഹെഡ്ലൈറ്റ് ഒന്ന് കാണിച്ചു. അതേപോലെ നല്ല അടിപൊളി ജീപ്പും വാഹനങ്ങളൊക്കെ ആവശ്യമില്ല നമ്മളുമായി കോണ്ടാക്ട് ചെയ്യുക. വർക്കിനായാലും അല്ലാത്തിനായാലും, വണ്ടി സെയിലാക്കാനായാലും, വണ്ടി വിൽക്കാനായാലും, വാങ്ങാനായാലും, വർക്ക് എടുക്കാനായാലും നമ്മളുമായി കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോൾ ജീപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, കാറും നമ്മളോട് ചോദിച്ചോളും. നമ്മളെ കെയർ ഓഫിൽ വരുന്ന വർക്കിനും കാര്യത്തിനൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ നല്ല നല്ല വാഹനങ്ങൾ, നല്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് പരിചയപ്പെടുത്തുന്നതാണ്. നമ്മളെ നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി, എൻക്വയറി ചെയ്തോളിയും. പിന്നെ വിളിക്കണ സമയത്ത് എടുത്തിട്ടില്ലെങ്കിൽ പരാതി ഒന്നും പറയണ്ട, അത് നമ്മൾ പെട്ടെന്ന് അതിനൊരു സ്റ്റാഫിനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസത്തെ വർക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ അതിന് ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരാളെ നിർത്തുന്നുണ്ട്. മെസ്സേജിനും കാര്യത്തിനും മറുപടി കിട്ടുന്നില്ല, ഫോൺ എടുക്കില്ല എന്നുള്ള പരാതിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമുക്കൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. ഒരു 2-3 ദിവസം കൊണ്ട് അതിനൊരു പരിഹാരം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളൊരു പരിഹാരം കാണുന്നതാണ്. അപ്പോൾ വാഹനങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളൂ. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്, യൂട്യൂബിൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സെറ്റാക്കുക, കൂടെ കൂടിക്കോളി. നമ്മൾ 10K ആയാൽ ഇൻസ്റ്റയിൽ ഗിവ് അവേയും കാര്യങ്ങളൊക്കെ കൊടുക്കണതാണ്. അപ്പോൾ അത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ.